തിങ്കളാഴ്ച രാവിന്റെ ധന്യതയിൽ മക്കയും പരിസരവും പ്രവാചക പ്രകീർത്തനങ്ങളാലും മൗലിദ് സദസ്സുകളാലും ധന്യമായിരുന്നു. ഇന്നലെ രാത്രി മക്കയിലെ പ്രധാന 3 സ്ഥലങ്ങളിലാണ് ലോക മുസ്ലിം നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ മൗലിദ് സദസ്സുകൾ നടന്നത്. ലോകപ്രശസ്ത മുസ്ലിം പണ്ഡിതരും സ്വദേശികളും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് നവ്യാനുഭൂതി പകർന്ന മൗലിദ് സദസ്സുകളിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് കൂടിയത്. മക്കയിൽ ഈയിടെ വഫാത്തായ മുഹിബുർ റസൂലും കേരളത്തിലെ സുന്നി സ്ഥാപനങ്ങളോടും നേതാക്കളോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മർഹൂം സയ്യിദ് അബ്ബാസ് മാലിക്കിയുടെ വസതിയിലായിരുന്നു മഗ്രിബ് നിസ്കാരാനന്തരം മൌലിദ് സദസ്സ് നടന്നത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഷേഖ് ഉമർ ഹഫീൽ യമൻ, ഷേഖ് ഉമർ ജീലാനി, ചെച്ചനിയിലെ ഗ്രാൻഡ് മുഫ്തി, ജാമിയ അസ്ഹർ കാര്യദർശി, ഫലസ്തീനിലെ പ്രമുഖ പണ്ഡിതർ തുടങ്ങി ആഗോള പണ്ഡിതർ ഒത്തൊരുമിച്ച സദസ്സുകളാണ് ഇന്നലെ മക്കയിൽ നടന്നത്. ഇശാ നിസ്കാരാനന്തരം മർക്കസിന് ശിലപാക്കിയ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കിയുടെ വസതിയിൽ മകൻ അഹമ്മദ് മാലിക്കിയുടെ നേതൃത്വത്തിൽ നടന്ന മൌലിദ് സദസ്സിലും കാന്തപുരം ഉസ്താദ് അടക്കം ലോക നേതാക്കൾ സംബന്ധിച്ചു. തുടർന്ന് ഷേഖ് സയ്യിദ് ജമലുലൈലിയുടെ വസതിയിൽ ദഫിന്റെ താളത്തിൽ ചെച്ചനിയൻ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ നടന്ന മൌലിദ് സദസ്സിനെ ആവേശഭരിതമാക്കി. മൌലിദ് സദസ്സിന് ശേഷം വിശുദ്ധ കഅബയുടെ കിസ്വയുടെ ഭാഗം ആഗോള പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ ചെച്ചനിയൻ ഗ്രാൻഡ് മുഫ്തി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് കൈമാറി.